നന്ദിനി, താൻ എന്റെ ഉള്ള മൂഡ് കൂടി ഇല്ലാതാക്കല്ലേ. എടോ, സത്യം പറഞ്ഞ ഇന്ന് കമ്പനിയിൽ സംഭവിച്ചത് തന്റെ തോൽവിയായിട്ട് താൻ കാണണ്ട. പക്ഷെ അത് എന്റെ തോൽവിയാണ്. അതിനെ മറികടക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ പുറയുന്ന് വലിക്കുന്ന ഏർപ്പാടാണ് താനിപ്പോ കാണിച്ചു കൂട്ടുന്നത്. സത്യം പറഞ്ഞത് എല്ലാം കൂടെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? നേരെ മുറിയിലേക്ക് പോയി ഏറ്റവും വീര്യം കൂടിയ മദ്യക്കുപ്പി ഒരെണ്ണെടുത്ത് പൊട്ടിച്ച് മതിയെ അവളങ്ങ് കുടിക്കാനാ. ഇന്ന് അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കുറെ ദിവസമായിട്ട് മദ്യം തൊട്ടിട്ടില്ലാത്ത ഞാൻ എന്റെ അമ്മയോടുള്ള തോൽവിയിൽ മനം നൊന്ത് വീണ്ടും അത് തുടങ്ങാൻ പോവാ. എന്നാ തുടങ്ങണം സർ. അതെങ്ങനെയാ സർ? ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു നിൽക്കുമ്പോ അതിന്റെ വേദന മാറ്റാൻ വേണ്ടി സാറ് മദ്യപിക്കാൻ പോകുന്നത്? അല്ല, ഞാൻ അനുഭവിച്ച നാണക്കേടിന് പകരം സാറ് മദ്യപിച്ചാ മതിയോ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മതി സർ. കുടിക്കുന്നവരുടെ എല്ലാവരുടെയും പ്രശ്നം അതന്നെയാണ്. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പകരം അവരിങ്ങനെ കുടിച്ചോണ്ടേയിരിക്കും. വഴിവക്കിൽ നിൽക്കുന്ന ചില കുടിയന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഓണായതുകൊണ്ട് കുടിച്ചു, വിഷു ആയതുകൊണ്ട് കുടിച്ചു, വീട്ടിലെ ചെറിയൊരു വഴക്ക് നടന്നു, അതിന്റെ പേരിൽ കുടിച്ചു, മകനൊരു കുഞ്ഞു പിറന്നു, മകളുടെ കുട്ടി പരീക്ഷയിൽ ജയിച്ചു. എന്തൊക്കെ ആഘോഷങ്ങളാ പറയാനുള്ളത്. ആ കൂട്ടത്തിലെ ഒരു കുടിയൻ. അല്ലാതെ എന്താ? എന്താന്ന് വെച്ചാ ചെയ്തോ സർ. എന്നെ ഇനി അങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കാതിരുന്നാ മതി. കള്ളു കുടിക്കുന്ന കാര്യം പറയണ്ടായിരുന്നു. അതോടെ ഇതുവരെ പറഞ്ഞൊക്കെ പോയി. എന്തൊരു കഷ്ടം ഇത്. ഒരു മത്സരമല്ലേ, ഇടയ്ക്ക് ഒരു ഗെയിം കൂടി അമ്മ ജയിക്കട്ടെ. പത്മ, തനിക്കിനിയും കൂടുതൽ ജോലിയുണ്ടോ? എങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോവായിരുന്നു. അയ്യോ വേണ്ട വേണ്ട, നമുക്ക് ഒരുമിച്ചിറങ്ങാം. അതെ, ഞാനൊരാളെ വെയിറ്റ് ചെയ്യാം. വന്നല്ലോ. സോറി മാഡം, വഴിയിലൊരു ആക്സിഡന്റ് നടന്നു, അതാ താമസിച്ചേ. ഓ, ഇറ്റ്സ് ഓക്കെ. അല്ല, ഇതെന്താ? ഇതെന്താടോ ഇത്? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല. നിങ്ങളെ ബർത്ത്ഡേ ഫംഗ്ഷനുള്ള ഇൻവിറ്റേഷൻ. അല്ല, താനിത് ഇത്ര സീരിയസ് ആയിട്ട് എടുത്തോ? പിന്നെ സീരിയസ് ആയിട്ട് എടുക്കാതെ? നമ്മളൊരു ഫംഗ്ഷൻ നടത്തുന്നു, വേണ്ടപ്പെട്ടവരെ ക്ഷണിക്കുന്നു, അതിനിപ്പോ എന്താ? അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ താനിത് ആരോടും ഡിസ്കസ് ചെയ്തില്ലല്ലോ. എന്നോട് വേണ്ട, മക്കളോട് പോലും. നിങ്ങളുടെ കാര്യത്തിൽ ആരോടും ഡിസ്കസ് ചെയ്യാതെ ഒരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? അതൊക്കെയുണ്ട്. എന്നാലും ഈ പ്രായത്തിൽ ഇങ്ങനെയൊരു സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രായമൊന്നും നോക്കിയിരുന്നാൽ ശരിയാവില്ല. ചില സങ്കടങ്ങൾ മറക്കാൻ ചില സന്തോഷങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കണം. എന്താ, നിങ്ങൾക്കത് വേണ്ടേ? കത്തോട് നോക്കിയേ.
പത്മ, ഈ മാറ്റർ കൊടുത്ത് താൻ തന്നെയല്ലേ? അതെ. ഇതിൽ തന്റെ പേരുണ്ട്, നമ്മുടെ മക്കളുടെ പേരുണ്ട്, മരുമകൻ എന്ന് വിജയകുമാറിന്റെ പേരും ഉണ്ട്. അത് പോരെ? നമ്മുടെ വീട്ടിലെല്ലാരും ആയില്ലേ? ഇല്ല, നമ്മുടെ വീട് മുഴുവനാവണമെങ്കിൽ നന്ദിനിയുടെ പേര് ഇവിടെ ഉണ്ടാവണമല്ലോ, നമ്മുടെ മരുമകൾ എന്ന നിലയ്ക്ക്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു പേര് വെച്ച് ഞാനൊരു ക്ഷണക്കത്ത് അച്ചടിക്കൂന്ന്? പത്മ, ഈ ക്ഷണക്കത്ത് സൂര്യ കണ്ട അത് വലിയ വിഷയമല്ലേ? അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞാനും എൻ്റെ മക്കളും എൻ്റെ മരുമകനും എൻ്റെ ഭർത്താവും എൻ്റെ ഭർത്താവിൻ്റെ ബർത്ത്ഡേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുന്നു, അത്രയേ ഉള്ളൂ. ആ പിന്നെ നിങ്ങൾ ഇതിനെപ്പറ്റി ചുമ്മാ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ എൻ്റെ കൂടെ എഴുന്നേറ്റ് വാ, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. പത്മ, എപ്പോഴും തന്നോട് ഞാൻ പറയാറുള്ളതാണ്, കാറ്റ് വിതച്ചാൽ താൻ കൊടുങ്കാറ്റാ കൊയ്യാറുള്ളത്. ഇതിന്റെ പേരിൽ ഇനി എന്ത് സംഭവിച്ചാലും അത് നേരിടാൻ താൻ തയ്യാറാണല്ലോ അല്ലേ? എൻ്റെ വീട്ടിൽ നിന്നും, എൻ്റെ ഓഫീസിൽ നിന്നും, എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്നും, നമ്മുടെ ഓർമ്മയിൽ നിന്നും അവളെ ആട്ടി പുറത്താക്കാനുള്ള ഏത് കാര്യത്തിനും എങ്ങനെയും അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതിന് എത്ര വൈകിയാലും അതങ്ങനെ സംഭവിക്കും. പത്മയുടെ തീരുമാനം അങ്ങനെയാ, നടക്കാൻ പോകുന്നതും അങ്ങനെയാ. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ശരി സാർ. ഓക്കെ. വെച്ചോ. രാജുട്ടാ, എന്താ സാറേ? താനേ എത്ര വരെ പഠിച്ചു? എന്തിനാ സാറേ? വേണ്ട രാജേട്ടാ, പഠിച്ച കാര്യം പറഞ്ഞാല് ഇനി നാളെ രാവിലെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഓഫീസിലേക്ക് ചെല്ലാൻ പറയും. രാജുട്ടൻ പറ. സാറേ, ഞാൻ 8ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. 8ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് സുഖമില്ലാതായി സാറേ, അതോടെ പഠിത്തം നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. പിന്നീട് എപ്പോഴെങ്കിലും കൂടുതൽ പഠിക്കണമായിരുന്നു തോന്നിയിട്ടുണ്ടോ? അത് ആർക്കാ സാറേ തോന്നാത്തത്? സാറും മറ്റുള്ളവരും പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് പറയുമ്പോൾ എനിക്കും പറയാമായിരുന്നു, പഠിച്ചിരുന്നെങ്കിൽ അതുപോലെ എനിക്കും തോന്നാറുണ്ട്. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? നമ്മൾ ഈ അടുക്കളയിൽ കലങ്ങളിടയിലൊക്കെ പെട്ടുപോയില്ലേ സാറേ? ആ, അതാണ് കുഴപ്പം.